വഹാബികൾക്ക് സുന്നികൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ട്. അതൊക്കെ അവരുന്നയിക്കട്ടെ. പക്ഷേ കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ മൂഖീപ്പെട്ടായ മുഴുവൻ മലയാളികളും മുക്തകണ്ഠം പ്രശംസിച്ച ഒരു സാമൂഹിക സേവന പ്രവർത്തനത്തെ ഒരു കാലം ആവശ്യപ്പെടുന്ന ദഅവത്തിനെ ആർക്കാണ് കൊച്ചാക്കി കാണിക്കേണ്ട ആവശ്യം? പക്ഷെ മൗലവി പറയാണ്, ആ കേരള യാത്രയില് അള്ളാഹുവിനെ കുറിച്ച് കാന്തപുരം ഉസ്താദ് പറഞ്ഞതേ ഇല്ല എന്നാണ് മൗലവിക്ക് ഇവിടെയുള്ള പരാതി. യാത്ര കേരളത്തിന്റെ മണ്ണിലൂടെ മാത്രമല്ല പോയത്, പല ആളുകളുടെയും മനസ്സിന്റെ അകത്തുകൂടെ അതിൽ നിന്ന് കയറിയിട്ടുണ്ട്. അത് കേരളത്തിലെ റോട്ടിൽ കൂടെ മാത്രം പോയൊരു വണ്ടിയല്ല അത് കേരളത്തിലെ മലയാളി ജനവിഭാഗത്തിന്റെ മനസ്സുകളിലൂടെ യാത്ര ചെയ്ത ഒരു വാഹനത്തിന്റെ ഒരു യാത്രയുടെ പ്രതിഫലനങ്ങളാണ്. ഈ ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചുകൊണ്ട് വഹാബികൾ സമ്മേളനം നടത്തുമ്പോ ലക്ഷം കോടിയൊക്കെ പൊട്ടിച്ച അതൊക്കെ സുന്നത്ത, അതൊക്കെ ചൊറുക്ക. കാന്തപുരം ഉസ്താദ് കേരള യാത്രക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിച്ചത് അല്ലെങ്കിമാരെ പച്ചവെള്ളം പറഞ്ഞ വണ്ടി ഓടുവോ? അതിന് എണ്ണ അടിച്ചേണ്ട കാശ് വേണ്ടി വരും. അപ്പൊ നോക്കുക, എത്ര അസഹിഷ്ണുതയാണ്, എത്ര വെറുപ്പുൽപാദകരാണ് ഈ വഹാബികൾ. എന്തിനാണ് ആ കേരള യാത്രയോട് ഇത്രയും വെറുപ്പ് വഹാബികൾ ഉണ്ടാക്കേണ്ട കാര്യം? ഈ നാട്ടിലെ മലയാളികൾക്ക് ആർക്കാണ് കാന്തപുരം ഉസ്താദിന്റെ ആ യാത്രയോട് വിയോജിപ്പുള്ളത്? ഈ അസഹിഷ്ണുതയാണ് വഹാബിസം എന്ന് പറയുന്നത്. യാത്ര നമ്മുടെ നാട്ടിൽ കൂടെ പോയപ്പോ അള്ളാഹിനെ പറ്റി എത്ര സമയത്ത് സംസാരിച്ചു? അല്ല ചങ്ങായി, ഈ നാട്ടിൽ കൊലപാതകം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് അള്ളാഹിന്റെ സന്ദേശമല്ലേ? ഈ നാട്ടിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സന്ദേശമല്ലേ? ഈ നാട്ടിൽ മനുഷ്യർ പരസ്പരം കലഹിക്കരുത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആശയങ്ങളല്ലേ? ഇതൊക്കെയല്ലേ ചങ്ങായി ആ കേരള യാത്രയിൽ മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്? അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞ, അള്ളാഹുവിലേക്ക് ഇബാദത്തിന് പറഞ്ഞ എത്ര പ്രഭാഷണങ്ങൾ ഉണ്ടായി. ആ കേരള യാത്ര കാസർഗോഡ് നിന്നാരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിനിടയില് ആദരണീയരായ കാന്തപുരം ഉസ്താദും ഈ പ്രസ്ഥാനത്തിന്റെ നായകരും പറഞ്ഞ എന്തൊക്കെ ആശയങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാമിന്റെ ആശയങ്ങളാണ്. അതെല്ലാം അള്ളാഹുവിലേക്കുള്ള ദഅവത്താണ്. അതെല്ലാം ഇസ്ലാമിന്റെ ആശയ പ്രബോധനങ്ങളാണ്. സഹോദരങ്ങളെ, ാരെല്ലാം താരപ്രൗഢിയോടെ സെലിബ്രിറ്റികളെ പോലെ ആഘോഷത്തിന്റെ അവസ്ഥയിലേക്ക് പോയല്ലോ. കുശുമ്പ് എന്നാ ചങ്ങായിമാരെ ഇതിനൊക്കെ പറയാ. 4 മനുഷ്യന്മാരെ മുന്നിക്ക് വെക്കാൻ പറ്റിയൊരു നേതാവിനെ ആദ്യം ഉണ്ടാക്കിയെടുക്കി. അതെങ്ങനെ ഉണ്ടാകും? അഥവും മര്യാദ എന്ന് പറയുന്നത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെയോ ആശയത്തിന്റെയോ 7 അയലത്ത് പോയിട്ടില്ല. പിന്നെങ്ങനെ ആദരിക്കപ്പെടുന്ന ഒരു നേതൃത്വം നിങ്ങൾക്ക് ഉണ്ടാവും? നിങ്ങളൊക്കെ എന്താ വെച്ചാല് കൗങ്ങിനും തെങ്ങിനൊക്കെ ഒരു തളപ്പ്യ. ഈ ടി.പി. അബ്ദുൽ ഖോയ മദനിയും ഷാഫി ഇമാമൊക്കെ നിങ്ങൾക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജപദവിയും താരപദവിയും ഒന്നും നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കൂല. അപ്പൊ പിന്നെന്താ, പ്രസവിക്കണ പെണ്ണ് നല്ല തൂമിച്ചോറ് തിന്നണ കണ്ടുകാണ്ട് മച്ചി കലൊടുക്കണ കലാപരിപാടിക്ക് നിന്നിട്ട് ഒരു കാര്യമല്ല വഹാബികളെ. ആരംഭിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മം ചെയ്യാൻ ശൈഖുനാനെ തന്നെ കൊണ്ടുവരാം. അതേ അദ്ദേഹത്തിന്റെ കേരള യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സംസാരം അള്ളാഹിനെ കുറിച്ചായിരുന്നോ അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നോ? സംശയം തീർക്കാൻ നമുക്ക് ഒന്നാമത്തെ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. അതാണ് മൗലവി ഉദ്ഘാടനം ചെയ്ത ക്ലിപ്പ് എന്ന സംഗതി എന്ത് ചെയ്തു? ഒച്ചല്ലാതെ ഡോപ്പിലായിപ്പോയി. ആ ക്ലിപ്പ് സൗണ്ടേ ഉണ്ടായില്ല. അങ്ങനെയാണ് കുരുത്തക്കേട് തുടക്കത്തിലേ വാങ്ങിയാലേ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അവിടെ എന്താണ് ഉസ്താദ് ചെയ്ത പ്രശ്നം? ആ പ്രസംഗത്തിൽ ഈ നാട്ടിലെ ഇന്ത്യയിലെ മനുഷ്യരോട് ഖാജാതങ്ങളുടെ ചരിത്രം കാന്തപുരം ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണ് ഖാജാതങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്? ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കു മുമ്പിൽ മതേതര സമൂഹത്തിന്റെ മുന്നിൽ മാനവിക ഐക്യത്തിന്റെ മകുടോദാഹരണമായി പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആത്മീയ കേന്ദ്രബിന്ദുവാണ് അജ്മീർ ഖാജ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി തന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്താൽ സാക്ഷാൽ നരേന്ദ്രമോദി അടക്കമുള്ള ഇന്ത്യൻ ഭരണാധികാരികള് ആ അജ്മീർ ഖാജ തങ്ങളുടെ മഖ്ബറയിൽ പട്ടുപുതപ്പിക്കാതിരിക്കാറില്ല. ഈ രാജ്യത്തെ എല്ലാ മതസ്ഥർക്കും ഒരുപോലെ സ്വീകാര്യമായ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ആത്മീയ നേതൃത്വത്തെ ബഹുസ്വര സമൂഹത്തോട് മതേതരത്വ സംരക്ഷണവും അതുപോലെ മാനവിക സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു യാത്രയിലെ അജ്മീർ ഖാജ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തലാണ്. അള്ളാഹിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ആശയപ്രചരണമാണ്. സഹോദരന്മാരെ, ഇവിടെ എന്താണ്? അങ്ങാടികളിൽ മുഴുവനും വഹാബികൾ വന്നിട്ട് നാട്ടിലെ മുസ്ലിമീങ്ങൾക്കൊന്നും അള്ളാഹിനെ പറ്റിയൊരു ചുക്കും അറിയില്ല.
മാത്രമല്ല ഇവിടെയുള്ള സുന്നത്തിയമായതിന്റെ ആലിമീങ്ങളൊന്നും അള്ളാനെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാറുമില്ല. ഇവിടെയുള്ള ആലിമീങ്ങളൊക്കെ ഔലിയാക്കളെ മാത്രമാണ് ഇവിടെയുള്ള സമുദായത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത് എന്ന് വരുത്തി തീർക്കാനാണ് മൗലവി ഈ കപട നാടകം അവതരിപ്പിച്ചത്. എന്നാൽ സഹോദരന്മാരെ, ഇവിടെ ഈ ഉമ്മത്തിൽ അള്ളാഹുവിനെ അടിസ്ഥാനപരമായി പരിചയപ്പെടുത്തുന്ന വിഭാഗമാരാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ മതകലാലയങ്ങൾ, ആ മതകലാലയങ്ങളിൽ വളർന്നു വരുന്നൊരു കുട്ടി അള്ളാഹുവിനെ സംബന്ധിച്ച് അത്ര കൃത്യമായിട്ടാ പരിചയപ്പെടുന്നത്. പക്ഷെ അതൊക്കെ അവഗണിച്ച് നമ്മുടെ ആലിമീങ്ങളൊക്കെ വെറോ ഔലിയാക്കളെ പറ്റി, നമ്മൾ ഔലിയാക്കളെ പറ്റി പറയാറേ ഇല്ല. പിന്നെ ആരെ പറ്റിയാ നമ്മൾ പറയാറ്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റിയാ നമ്മൾ പറയാറ്. അത് തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പറച്ചിലല്ലേ? അള്ളാഹിന്റെ റസൂലിനെ പറ്റിയാ നമ്മൾ പറയാറ്, അല്ലാതെ ഏതെങ്കിലും ഒരു ദൂതനെ പറ്റിയല്ല, ഏതെങ്കിലും ഒരു സഹായിയെ കുറിച്ചല്ല. അള്ളാഹിന്റെ ഔലിയാക്കളെ കുറിച്ചാണ്, അള്ളാഹിന്റെ അമ്പിയാക്കളെ കുറിച്ചാണ്. അവിടെ തന്നെ അള്ളയുണ്ട്. ഇനി